ചേച്ചി. ആ എന്താടി SI സാറില്ലേ? അയ്യോ ചേട്ടന്റെ കാര്യം ഒന്നും പറയണ്ടടി. രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ എത്തിയാ പോരെ. പക്ഷെ 7:30 ആകുമ്പോഴേ ഇവിടുന്ന് പോകും. ചേട്ടൻ ചെന്നിട്ട് വേണം ആ സ്റ്റേഷൻ തുറക്കാന്. പിന്നാണെങ്കിൽ എന്തൊരു ഉത്തരവാദിത്വം അറിയോ ചേട്ടന്. ചേട്ടൻ വെച്ചാൽ ആ ക്ലോക്കിന്റെ സൂചി ഒന്ന് അനങ്ങണമെങ്കിൽ എന്റെ ചേട്ടൻ അവിടെ വേണം. സ്റ്റേഷനിൽ ഒരു ഇല വീഴണമെങ്കിൽ എന്റെ ചേട്ടൻ അവിടെ വേണം. ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യൻ. ഇതുപോലൊരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ലടി. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞങ്ങൾക്കൊരു ലീവ് വേണമായിരുന്നു, ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ IG സാറുണ്ടല്ലോ, പുള്ളിക്കാരനോട് വിളിച്ചിട്ട് ചേട്ടൻ ചോദിച്ച് ഒരു ലീവ് തരുമോന്ന് ചോദിച്ചു. ഉടനെ IG സാർ എടുക്കും വൈലെ പറയുവാണേ, അങ്ങനെ ലീവ് തരാനാണെങ്കിൽ വിജയൻ ഇന്ന് പോവാണെങ്കിൽ സ്റ്റേഷൻ അങ്ങ് അടച്ചിട്ടേരെ. വിജയൻ ഇല്ലാത്ത സ്റ്റേഷൻ എന്തിനാന്ന്. അയ്യോ ദേ വരുന്ന എന്റെ വിജയൻ ചേട്ടൻ. വിജയശ്രീ ലാളത്തിനായിട്ട് വരുന്ന വരവ് കണ്ടോടി. എന്തേറ്റി? തൊപ്പി പോയി. അയ്യോ ഇതാ വിജയൻ ചേട്ടന്റെ കുഴപ്പം. എന്റെ തലയിലിരിക്കുന്ന തൊപ്പി അല്ലേടി, അത് എടുത്തിട്ട് പറയാ തൊപ്പി പോയത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ മൊബൈല് കൈ പിടിച്ചിട്ട് പറയാ എന്റെ മൊബൈല് കാണുന്നില്ലടി എന്ന്. പത്രം വായിച്ചിട്ട് കണ്ണാടി മുഖത്തിരിപ്പുണ്ട്. ഇതിന് പറയാ എന്റെ കണ്ണാടി കാണുന്നില്ലടി എന്ന്. വിജയൻ ചേട്ടാ ദേ ഇരിക്കുന്നതല്ലേ തൊപ്പി. കുന്തളിപ്പ് കഴിഞ്ഞു. നീ എന്താ പറഞ്ഞിട്ടാ ഈ വിടലച്ചിരി ഇരിക്കുന്നത്? എന്താ ഈ തൊപ്പി പോയെന്ന് പറഞ്ഞാൽ സസ്പെൻസിലാണ്. അയ്യോ 6 മാസത്തേക്ക് സസ്പെൻഷൻ ആണ് എനിക്ക്. അയ്യോ കാര്യം എന്തോന്ന്? കാര്യം എന്ന് വെച്ചാൽ കൈക്കൂലി മേടിച്ചു. അയ്യോ വല്ല കാര്യമുണ്ടോ ദൈവമേ. ഇനി ആൾക്കാരുടെ മുഖത്ത് ഞാൻ ഇങ്ങനെ നോക്കും. അതെ സാറേ, ഞങ്ങൾ ഓമനിച്ച് വളർത്തിയ പട്ടിക്കുഞ്ഞിനെ കാണാനില്ല. എത്ര ദിവസമായി കാണാതായിട്ട്? 3 ദിവസം. എന്നിട്ട് ഇതുവരെ ഒന്നും ചെയ്തില്ലേ? ചെയ്ത് എന്ത്? പത്രത്തിൽ പരസ്യം കൊടുത്തു. പത്രത്തിൽ പരസ്യം കൊടുത്ത പട്ടിക്ക് പത്രം വായിക്കാൻ അറിയാവോ? അത് ശരിയാ. നിങ്ങൾ എന്തൊരു മണ്ടത്തരമാണ് കാണിക്കുന്നത്? അതിനിപ്പോ എന്നാ ചെയ്യുന്നേ? പരാതി തരണം. ഒരു പേപ്പറിൽ പരാതി എഴുതിയിട്ട് ആ പേപ്പറിനകത്ത് ഒരു തുടലും വെച്ചിങ്ങ് കൊണ്ടുവരണം. അയ്യോ അതെന്നാ? പിന്നെ പട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എളി വെച്ചോണ്ട് വരുവോ? പട്ടിയെ പൂട്ടണമെങ്കിൽ തുടല് വേണ്ടേ? ഒരു പരാതിയും തുടലുമായിട്ട് വാ. എന്തായാലും നിന്റെ കളഞ്ഞുപോയ പട്ടിക്കുഞ്ഞിനെ മണത്ത് ചേട്ടൻ കണ്ടുപിടിച്ച് തരും. മണത്ത് കണ്ടുപിടിക്കാൻ ഞാൻ പരാതി എഴുതിക്കൊണ്ട് വരാമേ. അതും കുളവാക്കി. മണത്ത് കണ്ടുപിടിക്കാൻ ഞാൻ പോലീസ് പട്ടിയാണ്. ഇപ്പൊ പട്ടിയുടെ തുല്യമാ നിങ്ങൾ. പോയ മനുഷ്യനെ നിങ്ങൾ ഇനി എന്തിനു കൊള്ളാം? അല്ലെ എത്ര രൂപയാ കൈക്കൂലി മേടിച്ചത്? 500 രൂപ. 500 രൂപ. ഒരു 5000 രൂപ മേടിച്ചോ, ഒരു 5 ലക്ഷം മേടിച്ചോ, ഒരു 50 ലക്ഷം മേടിച്ചോ, അതിനൊക്കെ ഒരു അന്തസ്സുണ്ട്. 500 കുടുംബയെ കൊണ്ട് വന്നേക്കുന്നത് കൈക്കൂലി മേടിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഓർത്തുകൂടായിരുന്നോ? നിന്നെ ഓർത്ത് നിനക്ക് വൈകിട്ട് തുണ്ടമ്മയും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ നിയാസിന്റെ 500 രൂപ കടന്ന് കൈക്കൂലി മേടിച്ചത്. 500 രൂപയും മേടിച്ചോണ്ട് വന്നേക്കുന്നത്. ഉരുട്ടി വീഴണമെങ്കിൽ തുണ്ടമ്മയും വേണം. അപ്പൊ അതിന് ശമ്പളം കിട്ടണ്ടേ? നാണം കെട്ട ഒരു മേടിപ്പായി പോയല്ലോ എന്റെ മനുഷ്യൻ നിങ്ങൾ മേടിച്ചത്. 500 രൂപ ആയതുകൊണ്ട് 6 മാസത്തെ സസ്പെൻഷനേ ഉള്ളൂ. 10 15 നീ പറയുന്ന ലക്ഷങ്ങൾ മേടിച്ചായിരുന്നെങ്കിൽ എന്നെ ഡിസ്പോസ് ചെയ്ത് കളഞ്ഞാൽ അവര്. 6 മാസം എങ്ങനെ ജീവിക്കൂ? അത് കുഴപ്പമില്ല. ഞാനിനി എങ്ങനെ ആൾക്കാർ പുറത്തോട്ട് ഞാനെങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? അവിടെ കുത്തിയിരുന്നു എനിക്ക് വയ്യ ജീവിക്കാൻ. ഞാനെന്തായാലും കടുങ്കൈ ജയിക്കും നോക്കിക്കോ. കടുങ്ക ചെയ്യി പോയി. ഒരു കാര്യം ചെയ്യ് ചേട്ടാ, എഴുന്നേക്ക് എണീക്ക്. എന്തിന്? എന്റെ തല കൈവെക്ക്. എന്റെ തല കൈവെക്കാൻ അതെന്തിനാ നിന്റെ തല കൈ വെക്കുന്ന? ഞാൻ സത്യം ചെയ്യണം. സത്യനോ? ഇനി നിങ്ങൾ കൈക്കൂലി മേടിക്കത്തില്ലെന്ന് സത്യം ചെയ്യണം. എന്റെ തല തൊട്ട് സത്യം ചെയ്യ്. ഞാൻ ഇന്നും പോലെ തുണ്ടമ്മീൻ തിന്നുന്ന അങ്ങ് നിർത്തി. നിർത്തിയാ? സത്യം ചെയ്യ്. അങ്ങനെയാണ് ഞാൻ ഇനി നിന്നാണ് സത്യം. ഞാൻ ഇനി കൈക്കൂലി മേടിക്കത്തില്ല. സത്യമാണ്. സത്യമാണ്. കണ്ട എന്റെ വിജയേട്ടനാ. ഞാൻ നല്ലൊരു ചായ ഇട്ടുണ്ട് ഇപ്പൊ വരാം. അവിടെ കടുപ്പത്തിൽ ഒരു കിടുക്കാച്ചി ചായ എടുത്തോണ്ട് വരൂ. ഇനിയുള്ള ദിവസം ഞാൻ കിടുക്കാക്കി ചായയും കുടിച്ച് 6 മാസത്തെ ഇവിടെ തന്നെ കാണും. അടുക്കളപ്പണിയൊക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടാ. അളിയതോ? നീ എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നത്? അളിയനൊരു സസ്പെൻസ് ആയിക്കോട്ടെ കരുതി. ഞാൻ സസ്പെൻഷനിലായി വരും. നീ എങ്ങനെ അറിഞ്ഞു? അളിയാ ചെലവ് ചെയ്യണോ അളിയാ? അപ്പൊ CI ആയല്ലേ? പ്രമോഷൻ അല്ല, സസ്പെൻഷൻ. 6 മാസത്തേക്ക് ജോലി പോയി. ചതിച്ചല്ല അളിയാ. എന്ത് കാര്യത്തിന്? കൈക്കൂലി കേസാണ്. ആരുടെ കയ്യിൽ എത്ര കാശി? നമ്മുടെ മീകാരൻ നിയാസില്ലേ, അവന്റെ 500 രൂപ കൈക്കൂലി മേടിച്ചു. എന്താ അളിയാ, ഞാനൊരു കേസ് കെട്ടായിട്ട് വന്നതല്ലേ? 10-40 വയസ്സായിട്ട് ഇപ്പോഴും നീ കേസ് കെട്ടിന്റെ പുറകെ നടക്കുവാണ്. പോയി കല്യാണം കഴിയടാ മാറി. പിന്നെ നീ ചില്ലറ പറയുന്ന ഒരു കേസ് കെട്ടായിട്ട് വന്നതാണ്. നടത്തറ ശാന്ത. വൃത്തികെട്ട പരിപാടിയാണ്. എന്റെ അളിയനാണ് നീ. എന്നെ മാനം കെടുത്താനാണ് നിന്റെ പരിപാടി. ഒന്നും അല്ലെന്ന്. ഒരു ഗുണ്ടയുണ്ട് പാപ്പച്ചൻ. അയാൾക്ക് ഒരു ചെറിയൊരു അടിപിടി കേസ്. അളിയൻ അതൊന്ന് ഒതുക്കി തീർത്തു കഴിഞ്ഞാൽ പുള്ളി 5000 രൂപ കൈക്കൂലി തരും. നീ വന്നേ, ഒരു കുപ്പി തരുമെന്ന്. വേണ്ട, കൈക്കൂലിയുടെ കേസ് ഇവിടെ പറയണ്ട. ഞാൻ അവിടെ തലയെ തൊട്ട് സത്യം ചെയ്തിരിക്കുകയാണ്. ഇനി മുതൽ ഞാൻ കൈക്കൂലി മേടിക്കത്തില്ലെന്ന് സത്യം ചെയ്തിട്ടുണ്ട്. അതിന് പെങ്ങൾ അറിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. വേറെ സംഭവം അറിയാവോ? ഈ നിയാസ് ഫേസ്ബുക്കിൽ ഇട്ടെന്നു. അതാണ് കുഴപ്പമായത്. അതൊന്നും വിഷയമല്ല. ഇവന് ബോധമില്ലാത്തൊരുത്തരാ. ഇവൻ ഫേസ്ബുക്കിലൊന്നും ഇടൂല. അളിയൻ സസ്പെൻഷനിലാണെങ്കിൽ SI ആണോ? SIക്ക് SIയുടെ പവർ ഉണ്ടോ? SIക്ക് SIയുടെ പവർ ഉണ്ട്. 6 മാസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും സർവീസിൽ കയറുമല്ലോ. അതാ പറഞ്ഞ
പറഞ്ഞ അവൻ എന്റെ കൂടെ വന്നിട്ട് ഞാൻ വിളിക്കാൻ കൊണ്ട്. എടാ അതൊന്നും ശരിയാവത്തില്ല. അളിയനൊന്നും നിന്ന് വന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാനേറ്റി. അളിയ നമ്മ 3 പേരും കൂടി ഒരു പുള്ള് എടുത്ത് അടിക്കുന്നത് ഇന്ന് വെളുപ്പിന് സ്വപ്നം കണ്ടതാണ് ഞാൻ. ഉള്ളുണ്ടെന്ന് മാട്ട സാധനം വല്ലതും ആയിരിക്കും. ഇല്ലെന്ന് നല്ല സാധനം. ഞാൻ വിളിക്കാം, അളിയ മിണ്ടാട്ടിരിക്കും പോരെ. ഞാൻ വെള്ളവും ഗ്ലാസ് എടുത്തോണ്ട് വരാം. ഇങ്ങനെ വന്നേ. നമസ്കാരം. ഇതാണോ നീ പറഞ്ഞ ഗുണ്ട? അവന് തന്നെ നടക്കാൻ വയ്യ. അവന് എന്താണ് ഇങ്ങനെ നടക്കണത്? അല്ല, സാറിന് കൊടുക്കാനുള്ള പുള്ളില്ലേ, അത് ഞാൻ ഇങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുക. ഇത് പാപ്പച്ചൻ, പാപ്പച്ചൻ മഹാചറ്റയാ. അത് നോക്കണ്ട, എന്നാലും നമ്മുടെ കാര്യങ്ങൾ സാറേ, എനിക്ക് ചെറിയൊരു കേസുണ്ട് സാറേ. എന്താ പ്രശ്നം? അത് ആ കേസ് സാർ എങ്ങനെ ഒന്ന് ഊരിത്തരണം. ഊരിത്തരാൻ നിന്നെ എവിടെയെങ്കിലും അടിച്ചു കയറ്റി വെച്ചേക്കുവാണോ? നീ എന്താ ആപ്പാണോ ഞാൻ വലിച്ചു ഊരാൻ? അതല്ല സാറേ, പിന്നെ എന്റെ ഒരു മാവാണ് വിഷയം, മാവിന്റെ വിഷയമാ. മാവിന്റെ കേസ് കേട്ടൊക്കെ എസ് ഐയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കേസാണ്. കേസ് മാവിലാണോ മായം, അതോ ഗോതമ്പ് മാവിലാണോ? എവിടെയാണ്, ഏത് മാവിലാണ് മായം? എന്റെ സാറേ, ആ മാവല്ല, പിന്നെ മാങ്ങയുള്ള മാവില്ലേ, മാങ്ങയുള്ള മാവ്, ചത്ത കഴിയുമ്പോ ദേപ്പിക്കാൻ വേണ്ടി വെട്ടിക്കീറുന്ന മാവില്ലേ, ആ മാവിന്റെ കേസാണ്. പാപ്പച്ച, നീ വിശദീകരിച്ച അളിയനോട് കാര്യങ്ങൾ പറയാം, അളിയൻ സെറ്റ് ചെയ്തോളും. സാറേ, അതെ, വിശദമായിട്ട് പറഞ്ഞാലേ എനിക്കത് മനസ്സിലാവും. അതായത് എന്റെ മുതലാളിക്ക് ഒരു മാവുണ്ട്. ആ മാവിന് ചുറ്റും 3 വാടക വീട്ടുകാർ താമസമുണ്ട്. അതെ. അപ്പൊ ഈ മാവിന് വീഴുന്ന മാങ്ങ ഈ വാടകക്കാരെ എടുത്തോണ്ട് പോവാ. അപ്പൊ മുതലാളി പറഞ്ഞു, അത് നടക്കത്തില്ല, നീ ചെന്ന് അവരെ ഒന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് മാവ്, ഇത് സുരേഷിന്റെ വീട്, ഇത് ദാസന്റെ വീട്, ഇത് സുനിലിന്റെ വീട്. ഞാൻ നേരെ സുരേഷിന്റെ വീട്ടിൽ ചെന്നു. അവനോട് ഞാൻ പറഞ്ഞു, എടാ, ഇത് പോക്കരത്തരവാ കാണിക്കുന്നത്. നീ ഇവിടുന്ന് ഒന്നെങ്കിൽ വാടക ഷീട്ട് ഒഴിഞ്ഞ് ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ നീ ഒഴിഞ്ഞു മാറണം എന്ന് പറഞ്ഞു. മാറത്തില്ല. ഞാൻ അവനെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചു. മാറത്തില്ല, സുരേഷ് മാറത്തില്ല. ഒഴിപ്പിക്കാൻ ശ്രമിച്ചു. അവൻ മാറത്തില്ല. ഇപ്പൊ സുനിലിന്റെ വീട്ടിൽ ചെന്നു. സുനിലെ, നീ ഇവിടെ ഒഴിഞ്ഞു പോയേ. അവനും പോകത്തില്ല. അപ്പൊ ദാസൻ നിന്ന് ചിരിക്കുന്നു. ഞാൻ പറയടാ, ചിരിക്കരുത്, ഒരു മനസ്സാക്ഷിക്ക് നീ ഒഴിഞ്ഞു പോ എന്ന് പറഞ്ഞിട്ട് ഇവൻ പോകുന്നില്ല. അവര് പോകുന്നില്ല. 2-3 പ്രാവശ്യം പറഞ്ഞു, സാർ നമ്മളൊരു ഗുണ്ടയാണെങ്കിൽ ഒരു മനസ്സാക്ഷി കേട്ടെ. വിട്ടില്ല ഞാൻ. നേരെ സുരേഷിന്റെ വീട്ടിൽ ചെന്നു. അവനെ പിടിച്ച് അങ്ങോട്ട് എടുത്തു. ഒരൊറ്റ അടിയാ ഞാൻ. അതൊരു സുല്ല അവിടെ കണ്ട് ചിരിക്കുക. വിട്ടില്ല. പോക്കർത്തരം കാണിച്ചിട്ട് ചിരിക്കുന്ന പട്ടി എന്ന് പറഞ്ഞാൽ അവനും എടുത്തു ഒറ്റ അടി. ഇപ്പോഴും ഇറങ്ങിയത് ഈ സമയത്താണ് ദാസൻ ഇവിടെ ചിരിക്കുന്നത്. ദാസനെ ഞാൻ അടിച്ചോളാം, ഞാൻ എസ് ഐ അല്ലേ. ഒഴിച്ചില്ലായിരുന്നു. അല്ല, അല്ല, ട്രൈ അടിച്ചോണ്ട് അങ്ങനെ വന്നത്. അല്ല, ഞാൻ അടിച്ചില്ലായിരുന്നു. നീ ഗുണ്ടയാണോ? അല്ല. എസ് ഐ ആണോ? അല്ല. അപ്പൊ നീ അടിക്കണ്ട. ഞാൻ അടിക്കാം. എസ് ഐക്കും ഗുണ്ടയ്ക്കും അടിക്കാനുള്ള അധികാരമുള്ളൂ. സാറിന് അളിയനല്ലേ? ഒന്ന് അടങ്ങ്. എന്റെ പൊന്നു സുഹൃത്തെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? എനിക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല. ഞാൻ സസ്പെൻഷനിലാണ്. അയ്യോ സാറ്, അല്ല സാറെങ്ങനെ സസ്പെൻഷൻ ആയത്? ഞാൻ സസ്പെൻഷൻ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ നീയാസില്ലേ, മീൻകാരനോ? മീൻകാരൻ, അവൻ കവല വെച്ച് അടിപിടി കേസ് ആണോ? ഇത് അറിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഈ നിയാസ് ഒരുത്തനെ എടുത്തിട്ട് അടിക്കുകയാണ്. കാണിക്കില്ല, ട്രൈ അടിക്കുന്നോട്ട് പറ്റുന്നതാണ്. കത്തി ഇറങ്ങാ സാധനം കേട്ടോ. ഞാൻ വിടുവോ? വിടരുത്. അവനെ കുത്തിനിങ്ങോട്ട് പിടിച്ച് നിയാസിന്റെ കവാല കുറ്റി നോക്കി ഞാൻ ഒരൊറ്റ അടി അങ്ങ് വെച്ചു കൊടുത്തു. എന്നിട്ട് ആരും ഒന്നുമില്ല. മാട്ട സാധനവും എടുത്തിട്ട് എന്നെ സുഖിപ്പിക്കാമോ? നല്ലടാ. ഞങ്ങളെടുക്കുന്ന ഏറ്റവും ടോപ്പ് സാധനം ഇത്, അതുകൊണ്ടാ. അപ്പം ഞാൻ പിടിച്ച് രണ്ടാമത് അവനെ അങ്ങോട്ട് അടിക്കാനോട് തുടങ്ങും. ഞാൻ നാട്ടുകാരാ, ഞങ്ങൾ അടിച്ചോളാം നിയാസിനെ. അടിക്കണ്ട. ഞാൻ അടിച്ചില്ല. നീ ഗുണ്ടയാണോ? അതെ. എസ് ഐ ആണോ? അല്ല. അല്ല, നിനക്ക് അടിക്കാനുള്ള പവറില്ല. അല്ല, നാട്ടുകാരടിക്കുമ്പോ എനിക്ക് അടിക്കാമല്ലോ. ഇല്ല, നീ എസ് ഐയുടെ അളിയനാണ്. നീ ഈ കേസിലൊന്നും ഇടപെടാൻ പാടില്ല, മനസ്സിലായോ? നിങ്ങൾ അവിടെ അളിയനായിട്ട് നിൽക്കുക. എന്താ ഇങ്ങനൊക്കെ? അങ്ങനെ ആ കേസിൽ 100 തരണമെന്നും പറഞ്ഞ് അവൻ എനിക്കൊരു 500 രൂപ കൈക്കൂലി തന്നു. എന്നിട്ട് ഇവനതെടുത്ത് ഫേസ്ബുക്കിൽ തന്നു. അങ്ങനെയാണ് ഞാൻ സസ്പെൻഷനിലായത്. നിയാസോ? നിയാസ്. സാർ വിഷമിക്കട്ടെ. ഇന്റിമേറ്റ് സുഹൃത്താ. ഞങ്ങൾ തമ്മിൽ ചക്കര അടയോ. ഒന്ന് വിളിച്ചോ. ഞാനിപ്പോ വിളിച്ച് സെറ്റപ്പ് ആക്കി തരാം. സാർ വിഷമിക്കണ്ട. നമ്മുടെ ഞാനിപ്പോ റെഡിയാക്കി തരും. അതെങ്ങനെയല്ലോ സെറ്റ് ചെയ്തോ? നിയാസേ, നീ ഇപ്പൊ എവിടെ ഉണ്ട്? കൂവല്ലേ? ആ ശരി. അതെ, നീ എസ് ഐ സാറിന് ഇവിടെ വരെ വരണം. സാറിന് ചെറിയ വിഷയമുണ്ട്. വന്ന് സാറിന് വന്ന് കണ്ടിട്ട് ഇവിടെ വരണം. എന്തായി വരുമോ? ഇപ്പൊ
എങ്ങനെയൊന്ന് ഊരി തന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ വേണ്ട രീതിയിൽ നിന്നെ ഞാൻ കാണാം. കാണാമല്ലോ. ഒരു കുപ്പി മേടിച്ചാ എന്റെ കേസ് ഒതുക്കുമല്ലോ. ഒതുക്കും. ഇത് ഞാൻ പുഷ്പമല്ല ഊരിത്തരും. എന്നാ നിന്റെ കേസ് ഞാൻ ഊരിത്തരും. ഇനി സമാധാനപരമായിട്ട് ഒരെണ്ണം ഞാൻ അടിക്കട്ടെ. എന്തിന്? നമ്മള് പ്രശ്നം സോൾവ് ചെയ്യാൻ പോവാണല്ലോ. അയ്യോ, ഞാൻ സസ്പെൻഷനായ വിവരം എങ്ങനെയോ ലീക്ക് ആയിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ആരോ കൂവുന്നു. നീ കാരണം നിയാസാ. ആ മീൻ കച്ചവടമായിട്ട് വന്നല്ലേ. പോയണോ? പോരുത്. എന്താണ് നിൽക്കുന്ന അളിയോ? ആളെ അറിയാമല്ലോ. പോകല്ലേ, നിനക്ക് ആളെ അറിയാമല്ലോ. ആളാരൊക്കെ അറിയാം. നീ സാറിന് കൈ കൊടുത്തേ. എന്തിന്? നീ കൈ കൊടുത്ത സാറിന് അങ്ങനെ ശരി. നീ വന്ന് കൈ കൊടുത്തേ. സാറിന് കൈ കൊടുത്തേ. സാർ കൈ കൊടുത്തു. സാറും കൊണ്ട് കൈ കൊടുത്തു. നിയാസ പ്രശ്നങ്ങൾ തീർന്നു പോട്ടെ. അല്ലെങ്കിൽ അബദ്ധം പറ്റിയതാണ്, വിട്ടോളാം. സാറും കൂടെ കൈ കൊടുത്തു. കൊടുക്ക. വിഷയം തീർത്തില്ലേ? പ്രശ്നം ഇവിടെ കൊണ്ട് തീർന്നു. നിങ്ങൾ ഒന്നായി. ഓക്കെ. സൂചി. ഓക്കെ. നിയാസിന്റെ മുഖം ഇപ്പോഴും തെളിച്ചിട്ടില്ല. ഒരു ചെറുതടിക്കണം. നിയാസ് അടിക്കണം. നിയാസ് അടിക്കണം. ആണ് അതിന്റെ ശരി. അതാണ് അതിന്റെ ശരി. ചെറുതടി. സാറിനോ എടുക്ക. അങ്ങനെ കുത്തല്ല സാറേ. അളിയാ, ഞാൻ ഇപ്പോഴും അടിച്ചിട്ടില്ല. നിനക്കല്ലേ അവിടെ ഇരിക്കുന്നത്? എടുത്തടിക്കരുതോ? അതെ. ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്നാ സംഭവം ഇവൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് കൊണ്ടാണ് സംഭവം വിഷയമായത്. അതുകൊണ്ട് ഒരു കാര്യം ഗുണ്ട ചെയ്യിക്കണം. എനിക്ക് അനുകൂലമായിട്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടാൻ പറയണോ അവന്. കേട്ടാ? നിങ്ങൾക്ക് എന്താ വല്ല ബാധ കയറിയോ? എന്നാ നോക്കടാ ഇത്. അത് ഡിലീറ്റ് ചെയ്യാൻ പറ. പോയി പറയടാ. പറഞ്ഞു. അതായത് മാന്യനായ സൽസ്വഭാവയായ കുടുംബപ്രേമിയായ സാറിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഫേസ്ബുക്ക് വഴി അധിക്ഷേപിച്ചതാണ്. മുഴുവൻ തെറ്റും എന്റെ തെറ്റ്. ഞാൻ ഏറ്റെടുക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. ലൈഫ് വിട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലൈവ് വിട്ടാ മതി. ലൈവ് വിട്. അണ്ണം വിളിച്ച് ഞാൻ വന്ന് ഒരെണ്ണം തന്ന് സന്തോഷം അടിച്ച് ഞാൻ എന്റെ നിലപാടിൽ നിന്ന് മാറത്തില്ല. നിലപാടിൽ നിന്ന് മാറത്തില്ല. എടാ നിന്റെ തറവാടല്ലേ ഇത്? സാറിന്റെ വീടായത്. ലൈവ് വിട്. വിടടാ ലൈവ്. നിയാസേ, ഒരടി അടി അടി. അടിച്ചത് ലൈവ് വിട്ട്. ലൈവ് വിട്. ഇപ്പൊ എങ്ങനെയായി? ഓക്കെ അല്ലേ? അന്നൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളെ പോലുള്ള രാവിലെ പോലെ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തുച്ഛമായിട്ടുള്ള പൈസയാണ് കിട്ടണത്. അതൊക്കെ ഈ വളരെ ക്രൂരമാണ്. നമ്മളിതൊക്കെ കൈക്കൂലി 500 രൂപ മേടിക്കുന്നത്, അറിയോ? അതുകൊണ്ട് ആര് കൈക്കൂലി വാങ്ങിച്ചാലും ഞാൻ പ്രതികരിക്കും. അപ്പൊ നിന്റെ നിലപാടിന് മാറ്റമില്ല. മാറ്റമില്ല. തീരത്തില്ല. ഇല്ല. ലൈവ് പോകത്തില്ല. പോകത്തില്ല. ഫേസ്ബുക്കിൽ കയറത്തില്ല. എന്നാൽ ഞാൻ വാട്സപ്പ് ആക്കും. നീ എന്താണ് ലൈവ് പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ നിയാസ് ഇമീൻകാരൻ. കൈക്കൂലി വാങ്ങിച്ച സസ്പെൻഷനായ SI എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി. SIയും SIയുടെ ഗുണ്ട അളിയനും വേറൊരു ഗുണ്ട പാപ്പച്ചൻ ഇവരും കൂടി ചേർന്ന് കൂടാലോചിച്ച് എന്നെ വീട്ടിൽ തള്ളിച്ചതക്കിയാണ്. എന്നെ അടിക്കല്ലേ. അയ്യോ അടിക്കല്ലേ. അയ്യോ അടിക്കല്ലേ. അയ്യോ നിങ്ങൾ നാട്ടം ഉപദ്രവിക്കാണ് ഈ വീട്ടിൽ കിടന്ന്. ഇതാണ് നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങൾ പ്രതികരിക്കണം. അടിക്കുന്നുണ്ടോ? നീക്ക് എന്തിനും പ്രാന്തനായി കാണിച്ചത്? ഇനി അവന്റെ ഈ ഏരിയയിൽ വരുന്നളിയാ. അയ്യോ, എന്തിനും മണ്ടത്തരമാണ് നിങ്ങളെ കാണിച്ചത്. എടാ, ആ വിട്ട വാക്കും ഫേസ്ബുക്കിൽ വിട്ട ലൈവും തിരിച്ചെടുക്കാൻ പറ്റില്ല, അറിയാവോ? വേണ്ട, തിരിച്ചെടുക്കണ്ട. 3 മാസം കാണിച്ചിട്ട് സാറേ സംഭവം എന്നാ സാറേ? സംഭവം എടാ അളിയ ചുമ്മാ പേടിക്കണാടാ. നീ ഒരെണ്ണം വിളിക്കും പാപ്പച്ച. ആരാ? DGP വിളിക്കുന്നു. DGP വിളിക്കാൻ തുടങ്ങി. ഹലോ സാറേ, അതെ സസ്പെൻഷനിലായിരുന്നു. അയ്യോ, അത് ഞാനല്ല സാറേ, ഞാനല്ല സാറേ. എന്റെ അളിയനും കൂട്ടുകാരനോട് ചെയ്താ സാറേ, ഞാനത് അറിഞ്ഞല്ല. അയ്യോ, അളിയ എന്താ അളിയ? എന്താ പ്രശ്നം? എനിക്ക് ഡിസ്മിസിലായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് അളിയാ. അളിയപ്പോ ഒരു സംശയം, ഈ ഡിസ്മിസൽ എന്ന് പറയുമ്പോ DGPക്ക് മുകളിലാണോ അതോ തൊട്ട് താഴെയാണോ? എന്റെ പണി പോയെന്ന്. ആണോ? അയ്യോ.